സംഗീത രംഗത്തും മറ്റ് രംഗങ്ങളിലെല്ലാം തൻ്റെതായിട്ടുള്ള പ്രാമുഖ്യം തെളിയിച്ച് നല്ല രീതിയിൽ ദൈവികമായ ശുശ്രൂഷ നിർവഹിക്കുന്നു. ചില യോഗ്യതയുടെ വചന ശുശ്രൂഷകളിൽ എടുത്തിടയ്ക്ക് കേൾക്കുവാനിടയായതുകൊണ്ടാണ് അച്ഛനെ തന്നെ ഇവിടേക്ക് വീണ്ടും ക്ഷണിക്കുവാനായിട്ടിടയായി. യുടെ പ്രാർത്ഥനാ വാദത്തിന് അച്ഛനോട് പ്രസംഗിച്ചു. വീണ്ടും ഞാൻ മറ്റൊരു പ്രസംഗവും അച്ഛനെ കേൾക്കുവാനിടയായതുകൊണ്ട് യോഗ്യരഹിതമായ ദൈവവചനം പ്രഘോഷിക്കുവാൻ അച്ഛനെ ലഭിച്ചിരിക്കുന്ന കൃപകളെ നേരിട്ട് മനസ്സിലാക്കുവാനിടയായതുകൊണ്ടാണ് അച്ഛനെ പ്രത്യേകിച്ച് വീണ്ടും ക്ഷണിച്ചത്. അച്ഛനിലൂടെ ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് ആഴമായി പ്രവർത്തിപ്പാൻ സൂചിപ്പിച്ചതുപോലെ പ്രാർത്ഥിക്കുന്ന മനസ്സിനോട് മാത്രമേ, വീഴ്ചപ്പെട്ട മനസ്സിനോട് മാത്രമേ ദൈവവചനം സംബോധിക്കപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ വെറുതെ കേട്ട് പ്രസംഗത്തിന് മാറിവിട്ടിട്ട് കടന്നു പോകുവാൻ ഇടയാകാതെ ഈ ദൈവവചനം നമ്മോട് നമ്മുടെ ജീവിതത്തോട് ഇടപെടുവാനുള്ള പ്രാർത്ഥനയോടെ ഇരിക്കുവാൻ ഇടയാകട്ടെ. അച്ഛൻ ഇടവാങ്ങമാണ്. ഇപ്പോൾ ഉമ്മയാറ്റുകര സെന്റ് തോമസ് ഇടവകയുടെ അസിസ്റ്റന്റ് വികാരിയായി സേവനമനുഷ്ഠിക്കുന്നു. അച്ഛനെ വളരെ സന്തോഷപൂർവ്വം നമ്മുടെ എല്ലാ അനുവാദങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അച്ഛനിലൂടെ പരിശുദ്ധമായ ദൈവവചനം ശ്രമിക്കുവാനും പ്രാർത്ഥനയോടെ ഇടയാകട്ടെ. ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും, പ്രത്യേകം നമ്മുടെ സമീപത്തുള്ള സഹോദരി സുബൈനെ ഉണ്ടായിട്ടുള്ള ആളുകൾ എല്ലാവരെയും ഉച്ചവാക്കി സ്വാഗതം ചെയ്യുന്നു. ഗാനം ആലപിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ ചോറ് വന്നിരിക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഈ നിമിഷം അനുഗ്രഹിക്കപ്പെട്ടതാണ്. ഒരിക്കലോടെ ആഴ
ആഴങ്ങളിൽ ഹൃദയത്തിന്റെ അനാഥങ്ങളിലേക്ക് വചനത്തിലേക്ക് കൊണ്ടുവന്നിട്ട് വേണം കൂടിയിരിക്കുന്ന വിശ്വാസികളെ പരിശുദ്ധാത്മ ഞങ്ങളുടെ നാടോടെ ആഘോഷിക്കുന്ന പരിശുദ്ധനായ സഹനായുടെ മധ്യസ്ഥതയും പ്രാർത്ഥനയും ഞങ്ങൾക്കും ഞങ്ങളുടെ ദൈവാലയത്തിനും ഞങ്ങളുടെ ഭവനങ്ങൾക്കും കുടുംബങ്ങൾക്കും തലമുറകൾക്കും ഞങ്ങളുടെ അധ്വാനങ്ങൾക്കും അവരെ കൊണ്ടേക്കണം. ഞങ്ങളുടെ നാളികോടെ സ്നേഹം ഭവനം വസിക്കുന്നേ ഞങ്ങളുടെ വിശുദ്ധ പരിശുദ്ധാത്മാവിനും സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് ത്രിയേകദൈവത്തിന്റെ അതിപരിശുദ്ധ നാമത്തിൽ ഉണ്ടായിരിക്കട്ടെ. ഈ ഇടവകയുടെ വികാരിയും എന്നെ ഒരു ഇളയ സഹോദരനെയും കരുതുകയും സ്നേഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന അതിനായ ഉറപ്പിച്ചതുപോലെ നിങ്ങൾ ഒരു ഇടവകയും പെട്ടവരും സഹോദരതുല്യമായി സ്നേഹിക്കുന്നവരുമാണ്. ഈ പരിശുദ്ധ പെരുന്നാൾ ദിനങ്ങളിൽ പ്രതികൂലമായ കാലാവസ്ഥയും പകർന്നില്ലാതെ ദൈവവചനം ശ്രമിക്കുവാൻ ഈ ദേവാലയത്തിന്റെ ഉള്ളവരിലായിരിക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, ക്രിസ്തുവേശുവിന്റെ നിസ്തുല നാമത്തിൽ നിങ്ങളുടെ സ്നേഹമതൻ ഒരു പരിശുദ്ധനെ പരിശുദ്ധൻ എന്ന നിലയിൽ കൈക്കൊള്ളുന്നവനെ ആ പുണ്യവാന്റെ പ്രതിഫലം ലഭിക്കുമെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലൂടെ ക്രിസ്തു നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും കഷ്ടങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഇന്ന് മാറ്റിവെച്ച് എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ആ പരിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ സമർപ്പിതമായി കടന്നു വരുമ്പോൾ ആ പുണ്യവാന്റെ പ്രതിഫലം ലഭിക്കാതെ പോവുകയില്ല എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ബഹുമാനപ്പെട്ട അച്ഛൻ ഓർമ്മിച്ചതുപോലെ ഈ ദേവാലയങ്ങളുമായി ഒരുപാട് ഓർമ്മകൾ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. ഞാൻ ആദ്യമായി ഈ ദേവാലയത്തിൽ ഒരു വേദിയിൽ സംബന്ധിക്കുന്നത് ഒരു ശുശ്രൂഷകനായിട്ടാണ്. അതിനായി ഇവിടെ വികാരിയായിരിക്കുന്ന കാലത്ത് അഭിമന്യ ഒരു പെരുന്നാളിൽ മുഖ്യകാര്യം വഹിച്ചപ്പോൾ അന്ന് ഒരു ശുശ്രൂഷകനായി ഇടവായ വായിക്കുവാൻ അച്ഛനെ കൊണ്ടുവരുന്നു. അതെന്റെ ഹൃദയത്തിൽ പഴയ ദേവാലയ അവസരത്ത് നല്ലൊരു ഓർമ്മയായി അവശേഷിക്കുന്നു. പിന്നീട് ദേവാലയത്തിന്റെ കൂടാശ സമയത്ത് അഭിമന്യ അസിസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണം നിൽക്കുവാൻ ഒരു ഭാഗ്യവും എനിക്ക് ലഭിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ അങ്ങനെ ലീവെടുത്ത് പോയ സമയത്ത് ഇവിടെ ബലിയർപ്പിക്കുവാൻ ദൈവം ഒരു ഭാഗ്യം. അങ്ങനെ ചിലർപ്പിച്ചതുപോലെ വൈകംസിയുടെ പ്രാർത്ഥനാകാലത്തിന്റെ ഭാഗമായി ദൈവവചനം പ്രഘോഷിക്കുവാനും ഈ ദേവാലയത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം ഒരു ഭാഗ്യം നൽകിയതെല്ലാം നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിയോടെ ഈ സമയത്ത് ഓർക്കുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധന്റെ പെരുന്നാൾ ആഘോഷിക്കുവാനാണ് നാം എല്ലാവരും വന്നിരിക്കുന്നത്. ഏറിയ ആമുഖവാക്കുകളൊന്നും തന്നെ ഇല്ലാതെ എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. സാധാരണ നമ്മുടെ കൺവെൻഷൻ പ്രസംഗങ്ങളിൽ പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു വാക്യം എടുത്ത് അതിനെ വ്യാഖ്യാനിക്കുവാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് വളരെ ലളിതമായ നമുക്ക് എല്ലാവർക്കും ഉത്തരം കണ്ടുപിടിക്കുവാൻ കഴിയുന്ന രണ്ടേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് എന്റെ വചന ശുശ്രൂഷ ദൈവസന്നിധിയിൽ അവസാനിപ്പിക്കുവാനൊക്കെ വേണം ആഗ്രഹിക്കുന്നു. എന്റെ ഒന്നാമത്തെ ചോദ്യം, ആരാണ് ഒരു പരിശുദ്ധൻ? ആരാണ് ഒരു പരിശുദ്ധൻ? പ്രിയമുള്ളവരെ, ആരാണ് ഒരു പരിശുദ്ധൻ എന്നുള്ള ചോദ്യത്തിന് നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്ന ഒരുപാട് ഉത്തരങ്ങളുണ്ട്. അപ്പോൾ ആരാണ് പരിശുദ്ധൻ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്ന ഒരു വിഷയം സഹതായിരിക്കും, പരിശുദ്ധനായ ദൈവമാതാവിന്റെ ആയിരിക്കും, പരിശുദ്ധനായ പരിശുദ്ധയുടെ ആയിരിക്കും, പരിശുദ്ധനായ പരിശുദ്ധയുടെ ഒരുപാട് വിശുദ്ധന്മാരുടെ അർത്ഥങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ എല്ലാ ഉള്ളിലൂടെ കടന്നു പോയിട്ടുണ്ട്. ആരാണ് ഒരു വിശുദ്ധൻ എന്ന് വിശുദ്ധ വേദോസ്തവത്തോട് നമ്മൾ ചോദിച്ചാൽ വേദോസ്തവം നൽകുന്ന നല്ല ഒരു ഉത്തരം, ഏറ്റവും ലളിതമായ ഒരു ഉത്തരം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വാക്യം. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, അവരിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സർവ്വ കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആയിരുന്നു. ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സർവ്വ കൽപ്പനകളിലും ന്യായങ്ങളിലും
വരിക. ഒരുപാട് ബന്ധങ്ങളൊന്നും നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരേണ്ട. ആരാണ് ഒരു പരിശുദ്ധനെന്ന് ചോദിച്ചാൽ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സർവ്വകൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരും ആരാണ്? വിശുദ്ധന്മാരാണ്. ഇതാരെ പറ്റിയാണ് വേദഭാഗം പറയുന്നത്? യോഹന്നാൻ സ്നാപകന്റെ മാതാപിതാക്കളായിരുന്ന സഖറിയാ പുരോഹിതനെയും എലിസബത്തിനെ പറ്റിയാണ് പറയുന്നത്. കാരണം അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങളുടെ വലിയ അനുഭവങ്ങളേക്കാൾ ഉപരി വലിയ ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ കടന്നു വന്നിരിക്കുകയാണ്. ദമ്പതികളെന്ന നിലയിൽ അവരെ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സൗഭാഗ്യം അനന്തര തലമുറ ഇല്ലാതെ സമൂഹത്തിൽ കളിയാക്കപ്പെടുന്ന പരിഹസിക്കപ്പെടുന്ന ഒരവസ്ഥയിലായിരിക്കുമ്പോഴും അവരെ പറ്റി പറയുകയാണ് അവരിരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. പ്രിയമുള്ളവരെ, ആരാണ് ദൈവസന്നിധിയിൽ നീതിയുള്ളവരെന്ന് ചോദിച്ചാൽ, ആരെയാണ് വിശുദ്ധരെന്ന് വിളിക്കുവാൻ കഴിയുന്നതെന്ന് ചോദിച്ചാൽ, നമുക്ക് എല്ലാവർക്കും വിശുദ്ധരാകുവാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എല്ലാവർക്കും ഉണ്ട് വിശുദ്ധരാകാനുള്ള സാധ്യത. പലപ്പോഴും ഈ വിശുദ്ധരെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്തയൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് എത്തിപ്പിടിക്കുവാൻ പറ്റാത്ത മാർഗവും ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഈ കാണുവാൻ സാധ്യതയില്ലാത്തവരുമായൊക്കെയാണ് വിശുദ്ധന്മാരുള്ളവർ. എന്നാൽ അതിലുപരിയായി എനിക്കും നിങ്ങൾക്കും വിശുദ്ധരാകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഈ വേദഭാഗം നമ്മെ ഓർമ്മിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യം തന്നെ, ആരാണ് വിശുദ്ധൻ എന്ന ചോദിക്കുമെന്നൊക്കെ ഞാൻ കുനിഞ്ഞത്. നമുക്കറിയാം, ദൈവകീ സഹത ഒരു പട്ടക്കാരനാണോ? ആണോ? അല്ല. മേൽപ്പട്ടക്കാരനാണോ? അല്ല. റമ്മാച്ചനാണോ? അല്ല. അങ്ങനെ ഒരു സാധാരണ പട്ടാളക്കാരനായിരുന്ന ഒരു മനുഷ്യൻ എങ്ങനെ ഇംഗ്ലണ്ട് പോലുള്ള രാജ്യത്തിന്റെ കാവ്യപിതാവായും ഇന്ന് ഈ ദേവാലയത്തിൽ നാം ആയിരിക്കുമ്പോൾ ആ പിതാവിന്റെ മധ്യസ്ഥതയും പ്രാർത്ഥനയും നാം ആഗ്രഹിക്കുകയും നാം നേടുകയും അത് നമുക്ക് അനുഗ്രഹമായി മാറുകയും എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരവേ ഉള്ളൂ. അദ്ദേഹം പട്ടക്കാരനായിരുന്നല്ല, കർത്താവിനെ തിരിച്ചെടുക്കാനുള്ള ഭാഗ്യം ലഭിച്ച ആളാണോ? അല്ല. മറിച്ച് അദ്ദേഹം ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. പ്രിയമുള്ളവരെ, വിളിക്കപ്പെട്ട വിളിക്ക് യോഗ്യമാകണം തന്റെ ജീവിതത്തെ നയിച്ച ഒരു കുഞ്ഞുവാനായിരുന്നു ഓർമ്മ. അദ്ദേഹത്തെ വിളിക്കപ്പെട്ട വിളിയാണ്. നമ്മൾ എന്തെങ്കിലും വിളിക്കപ്പെട്ടവരാണോ? ആണോ? ആണോ? ഒരു വലിയ ചോദ്യമാണ്. നമ്മളെ സംബന്ധിച്ച് വിളി എന്ന വാക്ക് നമ്മൾ കൊടുക്കുന്ന അർത്ഥം എന്താണ്? അബ്ബാഹിന്റെ കുഞ്ഞുങ്ങളെ നമ്മൾ പറയും അവരെ വിളിച്ചു. ചെന്നാലെ പറയും വിളിച്ചു. തിരുമേനിമാരെ നമ്മൾ പറയും വിളിച്ചു. അവിടെ കൊണ്ട് നമ്മൾ വിളിയുടെ ഒരു ചിന്ത മാറുകയാണ്. എന്നാൽ പ്രിയമുള്ളവരെ, പരിശുദ്ധനായ പൗലോസ്ലീഹയുടെ ഒന്നാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നമ്മളെ പറ്റി പറയുന്ന വാക്കെന്താണ്? നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സന്മതങ്ങളെ ഘോഷിക്കാനൊക്കെ വേണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവും ആണ്. നമ്മൾ വിളിക്കപ്പെട്ടവരാണോ? നമ്മൾ വിളിക്കപ്പെട്ടവരാണോ? അതെ, നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. പക്ഷേ ആ വിളിച്ച വിളിയോട് എത്രമാത്രം നീതി പുലർത്തുവാൻ നമുക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വിശുദ്ധന്റെ വിനാളിൽ നാം ആയിരിക്കുമ്പോൾ നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യം. വിളിച്ച വിളിക്ക് ഞാൻ നീതിയുള്ളവരായിരുന്നു. ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറയാം. ഈ വിളിയുടെ ഒരുപാട് തലങ്ങളുണ്ട്. നാം ആയിരിക്കുന്ന അനുഭവങ്ങളിലെല്ലാം ഒരു മകനെ വിളിക്കുവാൻ നമ്മളെ വിളിച്ചതാണ്, ഒരു അപ്പനും അമ്മയുമായിരിക്കുമ്പോൾ നമ്മളെ വിളിച്ചതാണ്, മകനും മകളുമായിരിക്കുമ്പോൾ നമ്മളെ വിളിച്ചതാണ്, അപ്പച്ചനും അമ്മച്ചിയുമായിരിക്കുമ്പോൾ നമ്മൾ വിളി ലഭിച്ചവരാണ്. നാം ആയിരിക്കുന്ന തൊഴിൽ മേഖലകളിൽ, നമ്മുടെ അധ്വാനങ്ങളിൽ, നമ്മുടെ ഇടപെടലുകളിൽ, നമ്മുടെ സഹോദരങ്ങളോടുള്ള ബന്ധത്തിൽ ഇതെല്ലാം വിളിയുടെ ഒരു ഭാഗമാണ്. ഒരു ക്രിസ്ത്യാനിയായിരിക്കാൻ വേണം പരിശുദ്ധ മാമോദീസയുടെ ഊഷ്മായ നമ്മളെല്ലാവരും വിളിക്കപ്പെട്ടവരാണ്. മശീഹായുടെ സുഗന്ധം വരുന്നവരാണ് നമ്മളെല്ലാവരും. എങ്ങനെയാണ് ഇങ്ങനെ മശീഹായുടെ സുഗന്ധം ലഭിച്ചത്? വിശുദ്ധ മൂർമ്മ വിഷയത്തിലൂടെ മശീഹായുടെ സുഗന്ധം ലഭിച്ചവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ പാടിയതാണ് മൂർമ്മ
നാം ഓരോരുത്തരും. ഇനി ഏത് തലങ്ങളിലേക്ക് ഒരു മെത്രാപ്പൊലീത്തയായെന്ന് പറഞ്ഞാലും ഒരു കാതോലിക്കയായെന്ന് പറഞ്ഞാലും ഇനി പൂർണ്ണ വിഷയമുണ്ടോ? ഇല്ല. ഒരിക്കൽ മാത്രമായി നമുക്ക് എല്ലാവർക്കും നൽകപ്പെട്ട വിളിയുടെ ഭാഗമാണ്. ആ മൂന്ന് വിളിയുടെ എവിടെയാണ്? ദേവാലയത്തിന്റെ കൂദാശയുടെ സമയത്ത് ദേവാലയം ശുദ്ധീകരിക്കുന്നത് പോലെ നാമും ശുദ്ധീകരിക്കപ്പെട്ട് പുത്രസ്വീകാര്യത്തിലേക്ക് വിളിക്കപ്പെട്ടവരാണ് പ്രിയമുള്ളവരെ. എന്റെ ഉദാഹരണം അതല്ല, ഒരു ചെറിയ വിളിയുടെ ഭാഗം മാത്രം ഞാൻ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നവരിൽ ഭൂരിഭാഗം പേരും മധ്യവയസ്സിന് മുകളിലുള്ളവരാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ കൊച്ചുമക്കളുടെ മാമോദീസായ്ക്ക് തലയിൽപ്പെട്ടവരാണ് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം അപ്പച്ചന്മാരില്ലെങ്കിൽ മാതാപിതാക്കൾ വിശ്വസിക്കുന്നത് അല്ലേ? ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം പേരും കൊച്ചുമക്കളുടെ തലയിൽപ്പെട്ടവരാണ്. പ്രിയമുള്ളവരെ, ഏറ്റെടുക്കുന്ന വലിയ ഉത്തരവാദിത്വത്തിന്റെ വെളിയുടെ ഉദാഹരണമാണ് തലയിൽപ്പെടുന്ന അപ്പനും അമ്മയും. പലപ്പോഴും നമ്മളത് ചിന്തിക്കാറില്ല. അത് സ്റ്റേറ്റസിന്റെ സിനിമയായിട്ട് ഒരുപാട് മാറുന്നുണ്ട്. കാരണം നമുക്ക് ഒരു പരിചയമില്ലാതെ അകന്ന ബന്ധത്തിലുള്ള സമൂഹത്തിൽ നിലയുള്ളവരെ കൊണ്ടുള്ള തലയിൽ തൊഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് നാം എല്ലാവരും. പലപ്പോഴും അച്ഛനോട് ചോദിക്കും, ഇന്ന ഒരാളുണ്ട്, അത് ഓർത്തഡോക്സ് വിശ്വാസത്തിലുള്ളതല്ല, അത് തലയിലുണ്ട്, കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കും. ഈ അടുത്ത കാലത്ത് ഫേസ്ബുക്കിൽ വളരെ വിഖ്യാതമായ ഒരു കമന്റൊക്കെ നമ്മളൊക്കെ വായിച്ചതാണ് മാമോദീസായെപ്പറ്റി. അതിനെ അറിയിക്കാനില്ലാതെ മറ്റൊന്നും പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. എന്ത് കിട്ടിയാലും ഇന്നത്തെ കാലത്ത് വർഗീയവൽക്കരിക്കുക എന്നുള്ളത് നമ്മുടെ ഇടയിൽ തന്നെയുള്ള ഒരു പ്രവണതയാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ലക്ഷ്യമല്ലോ. അങ്ങനെ തലയിൽപ്പെടുവാനൊക്കെ വേണം ഈ കുഞ്ഞിനെ ഏൽപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ആദിമ സഭയുടെ മാമോദീസ കൂദാശ നടത്തപ്പെടുന്നത് അത് ഉയർത്തുന്നതാണ് ഈസ്റ്ററിനോട് അനുബന്ധിച്ചാണ്. അതായത് 50 ദിവസം ഈ സ്നാനാർത്ഥി, ശിശുസ്നാനത്തിന് മുൻപ് ഈ സ്നാനാർത്ഥി വിശ്വാസം പഠിക്കുവാനുള്ള അവസരം അവർക്ക് നൽകപ്പെടും. അപ്പൊ വിശ്വാസം പഠിച്ചതിന് ശേഷമാണ് കർത്താവിന്റെ പുനരുദ്ധാനത്തോട് ചേർന്ന് മാമോദീസ കേൾക്കുന്നത്. പിന്നീടുള്ള ഒരാഴ്ചക്കാലം, ഒരു പാരമ്പര്യം അനുസരിച്ച് ഒരാഴ്ചക്കാലം അവൻ ശുഭ്രവസ്ത്രമാക്കിയാൽ മാത്രമേ പുറത്തേക്ക് ഇറങ്ങിയുള്ളൂ. കാരണം പ്രകാശ വസ്ത്രം ധരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളമായിട്ട് അവൻ വെള്ള വസ്ത്രം ധരിച്ച് മാത്രമേ പുറത്തേക്ക് ഇറങ്ങുകയുള്ളൂ. അതിന് ഹേമോറോ ദിനങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഈസ്റ്ററിന് ശേഷമുള്ള ഞായറാഴ്ച നമ്മുടെ വിശുദ്ധ കുർബാന നടത്തുമ്പോൾ ഹേമോറോ ദിനങ്ങളെന്ന് വെള്ളയുള്ള ദിനങ്ങൾ, അങ്ങനെ വെള്ളയുള്ള ദിനങ്ങളായി പ്രകാശ വസ്ത്രം ധരിച്ച് നടക്കുന്ന ഒരു പാരമ്പര്യം ആദിമ സഭയുണ്ട് എന്ന് നാം അറിയുന്നുണ്ട്. അപ്പോൾ ഈ വിശ്വാസം പഠിക്കുവാനുള്ള ഒരു സ്നാനാർത്ഥിയുടെ ഉത്തരവാദിത്വം ശിശുസ്നാനത്തിലേക്ക് കടന്നു വന്നപ്പോൾ അത് ആരെടുക്കുന്നു? തലയെടുക്കുന്ന അമ്മയും അമ്മയും ഏറ്റെടുക്കുന്നു. അതുകൊണ്ടാണ് മാമോദീസ തുടങ്ങി ആ പൈതൃക താഴെ കൈയൊക്കെ കൊടുക്കുന്നേ, തലയിൽ കൊടുക്കുന്ന അപ്പന്റെ കേട്ട് കൊടുക്കുന്നേ. അവരാരുടെ പ്രതിനിധിയായിട്ടാണ് നൽകുന്നത്? സഭയുടെ പ്രതിനിധിയായിട്ടാണ് നൽകുന്നത്. മാമോദീസ സഭയുടെ പ്രതിനിധിയായി ഈ കുഞ്ഞിനെ ഏൽപ്പിക്കുകയാണ്. അതിന് തൊട്ടു മുമ്പ് ഒരു ചടങ്ങ് കൂടിയുണ്ട്. ഇങ്ങനെ കുഞ്ഞിന്റെ അടുത്ത കൈ പിടിച്ച് പടിഞ്ഞാറോട് നോക്കിയപ്പോഴേക്കും സാത്താനെ ഉപേക്ഷിക്കുന്നു. വലതുവശത്തേക്ക് നോക്കിയപ്പോൾ വലത് കൈ പിടിച്ചുകൊണ്ട് കിഴക്കോട്ട് നോക്കിയിട്ട് പറയും മഷികായെ സ്വീകരിക്കുന്നു. അവനെ സ്വീകരിക്കുന്നു. ഈ കുഞ്ഞിന് വേണ്ടി അത് ഏറ്റുപറയും. പിന്നെ തൊട്ടടുത്തത് എന്താണ്? വിശ്വാസ പ്രമാണം. അച്ഛൻ പറയും, ഈ കുഞ്ഞിന് വേണ്ടി എല്ലാവരും കൂടെ പ്രത്യേകിച്ച് മലയാളത്തിലാണ് മാതാപിതാക്കളുടെ വിശ്വാസ പ്രമാണം ഏറ്റില്ല പറയും. ഇതിന് പോയാൽ ആവശ്യമായതുകൊണ്ട് ഞങ്ങൾ ചൊല്ലിയില്ലെങ്കിലും ഞങ്ങളുടെ വിശ്വാസം പഠിച്ചില്ലെങ്കിലും അവരെന്നെ ചൊല്ലിപ്പോഴും ഇല്ലേ? അത് പോയത് ഒരു പ്രത്യേകതയാണ്. വേണ്ടതല്ല, പക്ഷെ കൂടുതൽ നമ്മളും കൂടെ ചൊല്ലും പോകട്ടെ. അപ്പോൾ ഈ കുഞ്ഞിനെ ഏറ്റെടുത്തുകൊണ്ട് ഈ പിതാവ് പറയുന്നത് എന്താണ്? ഇപ്പോൾ ഇവിടെ ഏറ്റുപറഞ്ഞ വിശ്വാസം പോലെ എന്റെ സഭയുടെ വിശ്വാസത്തിന് അടിസ്ഥാനമായി ഈ കുഞ്ഞിനെ ഞാൻ വളർത്തിക്കൊള്ളാമെന്ന് സഭയോട് ഉടമ്പടി ചെയ്ത് ഈ കുഞ്ഞിനെ ഏറ്റുവാങ്ങുന്നതാണ് അറിയപ്പെടുന്ന പരിപാടി. എത്ര മാത്രം ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് മാത്രം നാം ശാന്തമായി ചിന്തിക്കാൻ കഴിയുന്നത്. വിളിച്ച വിളിയോട് നാം ഏറ്റെടുത്ത
നീതിയുള്ളവരായിരിക്കും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഏറ്റവും ചെറിയ ഉദാഹരണമാണ് ഞാൻ പറഞ്ഞത്. നാം ഇന്ന് അഭിമാനത്തോടെ ഏറ്റെടുക്കുന്ന ഒരു വിളിയാണ് ഒരു കുഞ്ഞിനെ തലയിലുള്ളത്. എന്റെ വ്യക്തിപരമായ വിശ്വാസം എന്താണെന്ന് അറിയാമോ? നമുക്കറിയാം, കർത്താവിന്റെ രണ്ടാമത്തെ നിലവിൽ ന്യായവിധി ഉണ്ട് എന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കുന്നുണ്ടല്ലേ? അത് വിശ്വസിക്കാൻ ആരെങ്കിലും ദേവാലയത്തിലുണ്ടോ? ഇല്ല, എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. നമ്മുടെ വിശ്വാസത്തിന്റെ പാരമ്പര്യം വെച്ച് നമുക്കറിയാം, ഈ ന്യായവിധിയുടെ സമയത്ത് ഏറ്റക്കുറച്ചിലൊന്നും ഇല്ല. ഇപ്പം നമ്മുടെ സാധാരണ ജീവിതത്തിൽ അച്ഛന്മാർക്ക് കസേര ധരിക്കുന്നതാന്ന് പറയും. വിശ്വാസികളൊക്കെ കഴിവും ആരോഗ്യപരമായ ബുദ്ധിമുട്ടില്ലാത്തവരെ ആഴെയും നമ്മുടെ ഒരു പാരമ്പര്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ ന്യായവിധി ചെല്ലുമ്പോൾ കസേരയില്ല, മേശയില്ല, എല്ലാവരും ഒരേ വഴിയിലാണ് നിൽക്കുന്നത്. എല്ലാവരും ഒരേ വഴിയിലാണ് നിൽക്കുന്നത്. അത് കാതോലിക്കാരായാലും ഉത്തരകൊറിയക്കാരാണെങ്കിലും വൈദികരാണെങ്കിലും അൽമാരാണെങ്കിലും കുഞ്ഞുകുട്ടികളാണെങ്കിലും ശിശുക്കളാണെങ്കിലും എല്ലാവരും നിൽക്കുന്നത് ഒരു വഴിയിലാണ്. പക്ഷേ അധികം കൊടുത്തവരോട് അധികം ചോദിക്കും. എന്റെ ഒരു വിശ്വാസം എന്താണെന്ന് അറിയാമോ? ഇങ്ങനെ ചോദിച്ചു വന്ന് ഈ അച്ഛന്മാരോട് കണക്ക് ചോദിച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത് കണക്ക് ചോദിക്കുന്നതാണെന്ന് അറിയാമോ? ഈ തലയെ തൊടുന്ന അപ്പനോടും അമ്മയോടും ഒരു സംശയവുമില്ല. ദേവാലയത്തിന്റെ വലിയവരെയാണെങ്കിൽ വൈദികനോട് ചോദിക്കുന്നത് പോലെ ഒരു തലമുറയെ വിശ്വാസത്തിൽ വാർത്തെടുക്കുവാൻ തക്കവണ്ണം, ഒരു തലമുറയെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം ദേവാലയത്തിന് മുമ്പിൽ ഉടമ്പടി ചെയ്ത് ശപഥം ചെയ്ത് ഒരു കുഞ്ഞിനെ കൊണ്ടുപോയ അപ്പനോടും അമ്മയോടും, ഇല്ലെങ്കിൽ തലയിലുള്ള അപ്പനോടും അമ്മയോടും തീർച്ചയായും ചോദിക്കും നൽകപ്പെട്ട കണക്കിന്റെ ഉത്തരം. പ്രിയമുള്ളവരെ, ആരാണ് ഒരു വിശുദ്ധൻ ചോദിച്ചാൽ നാം മനസ്സിലാക്കുക, ഏൽപ്പിക്കപ്പെട്ട വഴിയിൽ നീതിയുള്ളവരായി നടന്നവരെ നമുക്ക് എന്ത് വിളിക്കാം? വിശുദ്ധന്മാർ. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ പൂർവ്വതലമുറയെ കുറിച്ച് നമ്മൾ എപ്പോഴും അഭിമാനിക്കാറുണ്ട്. ഇന്ന് ഈ ദേവാലയത്തിൽ നാം ഇത്രയും ആയിരിക്കുവാൻ കാരണമായതുകൊണ്ടാണ്, നമ്മുടെ വിടുകൊണ്ടാണോ? അല്ല, അങ്ങനെ ഒരു തലമുറ നമ്മെ പരിശീലിപ്പിക്കുവാനും ദേവാലയത്തോട് ബലിപീഠത്തോട് ചേർത്ത് നിർത്തി വളർത്തുവാനും ഉണ്ടായിരുന്നു. തീർച്ചയായും അവരെ നമുക്ക് എന്ത് വിളിക്കാം? വിശുദ്ധന്മാരെ തന്നെ വിളിക്കാം. നമ്മുടെ മൺമറഞ്ഞു നമ്മുടെ മാതാപിതാക്കൾ അവരെ വിശുദ്ധന്മാരെന്ന് വിളിക്കുവാൻ കഴിയും. കാരണം ഏൽപ്പിക്കപ്പെട്ട ഏൽപ്പിച്ച വിശ്വാസത്തെ അവർ കൃത്യമായി തലമുറയ്ക്ക് പകർന്നു കൊടുക്കുന്നതുകൊണ്ടാണ് പ്രിയമുള്ളവരെ നാം എല്ലാവരും ഇന്ന് ദേവാലയത്തിലുള്ളവയിൽ ആയിരിക്കുന്നത്. എന്നാൽ ചോദ്യം, ഇനിയുള്ള തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവാലയങ്ങളുടെ ഒരു കാലത്തും വീക്കെൻഡായിട്ട് ശൂന്യമായിട്ട് കാണുകയുള്ളൂ. ഞായറാഴ്ച ആരാധനകളിൽ കുഞ്ഞുങ്ങളും യുവാക്കളും യുവതികളൊന്നും ഇല്ലാതെ നമ്മുടെ ദേവാലയം ശൂന്യമായി നിൽക്കുകയില്ല. എല്ലാവരും ഒന്ന് UK യൂറോപ്പിലൊന്നും പോയില്ല കേട്ടോ. ഇതൊന്നും പറയാതെ വീട്ടിലേക്ക് ഒരുപാട് പേര് ഉണ്ട്. നമുക്ക് പറയാൻ UK യൂറോപ്പിലും പോയി. എല്ലാവരും ഒന്നും പോയിട്ടില്ല. പോകാത്ത ഒരുപാട് പേരൊന്നും നമ്മുടെ നാട്ടിൽ ഉണ്ട്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരിക്കാൻ വേണം, വിളിച്ച വിളിക്ക് യോഗ്യമാകണം നമ്മുടെ ജീവിതത്തെ നയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ശാന്തമായി നാം ചിന്തിക്കണം. എന്താണ് ദൈവസന്നിധിയിലുള്ള നീതി എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം. പലപ്പോഴും നമ്മളെല്ലാവരും സ്വയം നീതീകരിക്കുന്നവരാണല്ലേ. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയത് നമുക്കറിയാം. ഒരുവൻ ഒരു ചുങ്കക്കാരനും മറ്റൊരുകാരനും പരീക്ഷയിലാണ്. പരീക്ഷയുടെ പ്രാർത്ഥന ഒരു മോശപ്പെട്ട പ്രാർത്ഥനയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പരീക്ഷ പറഞ്ഞാൽ ദൈവമേ, നീ കൽപ്പിച്ച സർവ്വകൽപ്പനകളും ഞാൻ കൃത്യമായി ആചരിക്കുന്നവനാകുന്നു. ഒരു വാക്കുപോലും അണിവിട മാറാതെ ഞാൻ അവയെല്ലാം ആചരിക്കുന്നുണ്ട്. ദശാംശം ഞാൻ കൊടുക്കുന്നുണ്ട്. ദൈവാലയത്തിന്റെ കാര്യങ്ങളിൽ ഞാൻ ഒരുപാട് മുടക്കം വരുത്തിയിട്ടില്ല. പിന്നെ ഒരു വാക്കുള്ള നീ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ ചുങ്കക്കാരനാണ് പ്രാർത്ഥിച്ചത്. സ്വർഗത്തിലേക്ക് നോക്കുവാൻ കഴിയാതെ മാറടിച്ചുകൊണ്ട് കർത്താവേ ഞാൻ പാപിയാകുന്ന ദാസനാകുന്നു. ആരുടെ പ്രാർത്ഥനയാണ് കേട്ടത്? ചുങ്കക്കാരന്റെ പ്രാർത്ഥനയാണ് ദൈവം കേട്ടത്. കാരണം പരീക്ഷയുടെ പ്രാർത്ഥന സ്വയം നീതീകരിക്കുന്ന പ്രാർത്ഥന. ഇപ്പൊ എന്റെ സൗകര്യങ്ങൾക്കനുസരിച്ചല്ലേ എന്റെ ആധ്യാത്മിക കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നത്. ഈ അടുത്ത ദിവസം, കഴിഞ്ഞ ദിവസങ്ങളിൽ
ഭദ്രാസനത്തിലെ ഒരു സീനിയർ വൈദികനുമായി യാത്ര ചെയ്തപ്പോൾ അദ്ദേഹത്തിന് ഫോൺ കോൾ വന്നിട്ടുണ്ട്. ഫോൺ കോളിൽ അപ്പുറത്തെ സംസാരിച്ച ഒരു മാതാവാണ്. അച്ചായന്റെ ഓർമ്മയാണ് ഈ വരുന്ന വ്യാഴാഴ്ച രാവിലെ കുർബാന എന്ന് ചൊല്ലണം. പക്ഷെ ഒരു പ്രശ്നമുണ്ടെന്നാണ് അറിയാം. ഞാൻ ഉച്ചയ്ക്ക് മൂന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുർബാന ഒരു 12 മണി വരെ നീട്ടാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ചോദ്യമല്ലായിരുന്നു. രാവിലെ തുടങ്ങുന്ന കുർബാന 12 മണി വരെ നീട്ടുകയെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടാണ്. ചില 3 ഓർഡർ ചെയ്യുകയും ചെയ്യാൻ പറ്റില്ല. രാവിലെ 3 കൊടുക്കാൻ പറ്റില്ല. നമ്മുടെ വീട്ടിൽ മാമോദീസ രീതിയാണ്. മാമോദീസയ്ക്ക് കഴിഞ്ഞ ദിവസം എൻ്റെ ഇടവകയിൽ മാമോദീസയ്ക്ക് തമാശയായിട്ട് വെച്ചാൽ 12 മണിക്ക് 3 പേര് 12 മണിയാകുമ്പോഴേ മാമോദീസ തീർത്തേക്കണം. ഞാൻ ചോദിച്ചു, കുഞ്ഞ് നന്നായില്ലെങ്കിലും വരുന്നവർക്ക് കൂടുതൽ വേണേ കട്ടൊന്നും ചെയ്യേണ്ട, സ്പീഡിൽ തന്നെ പോയാൽ മതി. കാരണം നമ്മുടെ ഇപ്പോഴത്തെ ഒരു ആധ്യാത്മിക തലങ്ങളിലുള്ള ചിന്ത ഈ ലോകപരമായ നമ്മുടെ ആഘാതങ്ങളും ആഘോഷങ്ങളും ഒക്കെ ഒന്ന് പ്രകടനാത്മകമായി മറ്റുള്ളവരിലേക്ക് കാണിക്കണം. ഉദാഹരണത്തായാലും വേണ്ടിയില്ല, പ്രാർത്ഥനകളുടെ ചൊല്ലിയിലേക്കും വേണ്ടിയില്ല, ശുശ്രൂഷ ഉടനടിയാണെങ്കിലും വേണ്ടിയില്ല, ബാക്കി എന്റെ ആഘാതങ്ങളൊക്കെ എല്ലാവരെയും ഒന്ന് കാര്യം ചെയ്യും. ഞാൻ രാവിലെ കുർബാനയില്ല 11 മണിയാകുമ്പോൾ കണ്ടെടുത്ത് ആ സമയത്തൊക്കെ എല്ലാവരും വരാൻ പറഞ്ഞാൽ അങ്ങനെ എന്റെ സൗകര്യങ്ങളിലേക്ക് എന്റെ ആധ്യാത്മിക അനുഭവങ്ങളെ ചുരുക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മുടെ സമാജീവനം മാറിക്കൊണ്ടിരിക്കുന്ന വലിയ കാഴ്ചയാണ് നമ്മുടെ ചുറ്റിലും നമ്മൾ കാണുന്നത്. ഒരുപക്ഷെ ഈ പരീക്ഷന്മാർക്കും സൗകര്യത്തിനും ഒക്കെ സംഭവിച്ചു പോയിട്ടുള്ളത് തന്നെയാണ്. നമുക്കറിയാം, പരീക്ഷന്മാരെ സൗകര്യം എന്ന് പറയുന്നത് വേദപുസ്തകം എത്ര പഠിക്കുമ്പോൾ അവർ ഈ കാണുന്നത് പോലെ കേൾക്കുന്നത് പോലെ വലിയ കഠിന മനുഷ്യരും അല്ലെങ്കിൽ വേദപുസ്തകം മാത്രം പഠിപ്പിച്ചവരും ദുഷ്ടമനുഷ്യരുമായിട്ടൊക്കെ എന്ന് ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നില്ല. കാരണം അവർ ന്യായപ്രമാണത്തെ കൃത്യമായി പഠിച്ചവരും ന്യായപ്രമാണത്തെ അനുസരിച്ച് ജീവിക്കുന്നവരും ആയിരുന്നു. പക്ഷേ ഇപ്പോൾ പരീക്ഷന്റെ പ്രധാനിയെ നമ്മൾ കാണുന്നുണ്ട്. അവർ ക്രിസ്തുവിനെ മനസ്സിലാക്കി ക്രിസ്തുവിലേക്ക് തിരിയുന്നുണ്ട്. പക്ഷെ മറ്റു പരീക്ഷന്മാർക്ക് പറ്റിപ്പോയതെന്നാണ് ഇവിടെ കൃത്യമായി പറയുന്നത്. തങ്ങൾ ദൈവം ആരെന്ന് പഠിപ്പിക്കുന്നുവോ ആ ദൈവത്തിലേക്ക് നമ്മെ എല്ലാവരെയും ചുരുക്കുകയാണ്. അതായത് ഇന്നത്തെ നമ്മുടെ രീതിയുണ്ടല്ലോ, ഈ ദൈവത്തെ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ ഇന്നതൊക്കെ കിട്ടുമെന്ന് പറഞ്ഞ് ദൈവത്തെ എത്രമാത്രം തുച്ഛീകരിച്ച് നമ്മുടെ വൃത്തത്തിനുള്ളിലാക്കാൻ കഴിയുമോ അത്രമാത്രം ഒരു വട്ടത്തിനുള്ളിൽ ദൈവത്തെ ഒതുക്കിക്കളയുന്ന ഒരു ആധ്യാത്മിക വിശേഷം. അവിടെയാണ് പരീക്ഷന്മാർ തോറ്റുപോകുന്നത്. നമ്മുടെ വിശ്വാസം എന്താണ്? നമ്മുടെ വിശ്വാസപ്രമാണം നൽകുന്നത് സർവശക്തിയുള്ള പിതാവായി ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവുമായ സത്യേക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അതായത് ഞാൻ ഈ കാണുന്ന ഈ ലോകത്തെ മാത്രമല്ല, ഞാൻ നീയും കാണുവാനുള്ള ഒരുപാട് കാര്യങ്ങൾ സൃഷ്ടിച്ച എല്ലാത്തിന്റെയും സൃഷ്ടാവായ ഏക ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ ദൈവത്തോടാണ് നമ്മൾ പറയുന്നത് 1.5 കോടി തരണമെന്നും പോയിട്ട് എക്സാം ജയിക്കണമെന്നും ഒക്കെ മാത്രം, അത് മാത്രം നമ്മുടെ ആധ്യാത്മിക ആവശ്യങ്ങളായി വെച്ചുകൊണ്ട് ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു? തുച്ഛീകരിക്കുന്നു. പോട്ടെ പ്രിയപ്പെട്ടവരെ, വിളിക്കപ്പെട്ടവർക്ക് യോഗ്യരായി ദൈവസന്നിധിയിൽ സ്വയനീകരണമല്ല, ദൈവസന്നിധിയിൽ നമ്മെ നീതിക്കുവാനൊക്കെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് ശാന്തമായി നാം ധ്യാനിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് ഫിലിപ്പിയർക്കെതിരെ ലേഖനത്തിൽ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്ന് സ്വന്തം നീതിയല്ല, ക്രിസ്തുവിന്റെ വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവതരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുഭവപ്പെട്ടിട്ട് അവരെയും അവന്റെ പുനരുദ്ധാനത്തിന്റെയും ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ തിരിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ല വിധേയനും മരിച്ചവരുടെ നിന്ന് പുനരുദ്ധാനം അറിയിക്കേണ്ടതിനും എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറ എന്ന് എഴുതുന്നു. ഇവർ ഈ സഹതായ എന്തുകൊണ്ടൊരു വിശുദ്ധനാണെന്ന് ചോദിച്ചാൽ അവന്റെ നിമിത്തം ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെട്ട് ഈ ലോകത്തിലുള്ള അദ്ദേഹം ചവറ എന്ന് എണ്ണി. നമ്മുടെ ആധ്യാത്മിക ജീവിതം പൂർത്തീകരിക്കപ്പെടുന്നതും അങ്ങനെ ഇതിനെയൊക്കെ തുച്ഛീകരിക്കുവാൻ നമുക്ക് കഴിയുക. ഈ ലോകത്തിലുള്ളതിനേക്കാൾ
വലിയ ഉയരത്തിലുള്ളതിനെ അന്വേഷിക്കുവാൻ കഴിയുമ്പോഴാണ് നമ്മുടെ ജീവിതം വിശുദ്ധിയുടെ പടവിലേക്ക് നടന്ന് കയറുന്നത്. നമുക്ക് ആർക്കും എത്തിപ്പിടിക്കുവാൻ പറ്റാത്ത ഒരു മഹത് സംഭവമല്ല ഈ വിശുദ്ധി എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അത് ലഭിക്കുവാനും നേടിയെടുക്കുവാനുള്ള സാധ്യത തുറന്നു വെച്ചിട്ടുള്ളത്. ഈ പരിശുദ്ധന്റെ പെരുന്നാളിന്റെ നാമം ഭാഗമാക്കുമ്പോഴും നമ്മുടെ ഒരു ചിന്ത തന്നെയാണ്, ദൈവമേ ഈ വിശുദ്ധനെ പോലെ വിശുദ്ധനാകുവാനെയും സഹായിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ പ്രഭാത നമസ്കാരം പാടുന്നത്. എന്താ ചെയ്യേണ്ടത്? ദൈവമേ നിന്നെ മാതാവിനോടൊപ്പം നിന്റെ ഇഷ്ടനായി ജീവിച്ച വിശുദ്ധ ദൈവത്തിന്റെ സഹായോടൊപ്പം നിനക്ക് സ്തുതി പാടുന്നത് എനിക്ക് യോഗ്യത നൽകണം. അതായത് അവരുടെ വിശുദ്ധിയോട് അടുത്ത് നിൽക്കുവാനുള്ള യോഗ്യതയെങ്കിലും എനിക്ക് നൽകണം. അത് നഷ്ടപ്പെടുത്തുന്ന ബോധ്യം ഉണ്ടാകുന്ന താല്പര്യമുള്ളവരെ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിന് അർത്ഥവും വ്യാപ്തിയും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇന്നത്തെ സന്ധ്യാപ്രസംഗം നാം പാടി അവസാനിച്ചത് എങ്ങനെയാണ്? നീതിന്യന്മാർ മധ്യേ കഷ്ടം ഞാൻ തുണയേറ്റോ. എന്തുകൊണ്ടാണ്? ഞാൻ സന്മാർഗം ശീലിച്ചില്ല, നിന്റെ പെരുന്നാളിൽ ഞാൻ അന്യനാകുന്നു. സന്മാർഗം ശീലിക്കുവാൻ എനിക്ക് കഴിയാതെ പോയി ഞാൻ എന്റെ പെരുന്നാളിൽ അന്യനാകുന്നെങ്കിലും ദൈവമേ ആ നീതിന്യന്മാരോടൊപ്പം നിന്റെ പെരുന്നാൾ ആഘോഷിക്കുവാൻ നീ യോഗ്യനാകുന്നു. പ്രിയമുള്ളവരെ, ആരാണ് ദൈവസന്നിധിയിൽ നീതിയുള്ളവരായി നടത്തുവാൻ കഴിയുന്നവരെ നമ്മൾ എന്ത് വിളിക്കും? പക്ഷെ നമ്മുടെ സൗകര്യത്തിന് മാറ്റിവെക്കുന്ന വിശുദ്ധിയല്ല, നമ്മുടെ സൗകര്യത്തിന് മാറ്റിവെക്കുന്ന ആധ്യാത്മിക അനുഭവങ്ങളല്ല. ഈ ദേവാലയത്തിലൊക്കെ അത്യാവശ്യം ദേവാലയത്തിലെ കാര്യങ്ങളൊക്കെ നടക്കുവാനൊക്കെ വേണം ഈ അച്ഛന്മാരുടെ വീടുകളിലൊക്കെ രീതികളുണ്ടല്ലോ. ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഇത് കൊടുക്കുവാൻ താല്പര്യമില്ലാത്തതെന്ന് പറയും. ഈ അടുത്ത ദിവസങ്ങളോട് സംസാരിച്ച് പറഞ്ഞു, ഞാൻ കർത്താവിനോട് ഒന്നുകൂടെ വരാൻ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? ചാട്ടവാദം എടുത്തുകൊണ്ട് വരാൻ പറയുന്നുണ്ട്. കാരണം ഈ ദേവാലയത്തിൽ ചിലർക്ക് അടിച്ചു കൊടുക്കേണ്ട സമയം കഴിഞ്ഞു. ഞാൻ തിരിച്ചു ചോദിച്ചു, ദൈവമാണോ? ഞാൻ തിരിച്ചു ചോദിച്ചു, ഈ മത്തായിയുടെ സുവിശേഷത്തിലല്ലേ കർത്താവ് ചാട്ടവാദം എടുത്ത് അടിച്ചു കൊടുത്തതിനെ പറ്റി വായിച്ചത്? അതിന് തൊട്ട് മുൻപ് ഒരു പ്രവാചകന്റെ പുസ്തകമുണ്ട്, മലാഖി പ്രവാചകൻ എന്നാണ് പറയുന്നത്. മലാഖി പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് ദൈവത്തെ പറ്റിക്കുവാൻ ദശാംശത്തിന്റെ ഏതായാലും മാത്രം കഴിയുകയില്ല. അത് വായിക്കുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഉത്തരവൊന്നും പറയാനില്ല. എന്റെ സൗകര്യത്തിന് വേണ്ടി എന്റെ വചനത്തെ, ദൈവവചനത്തെ വളച്ചൊടിക്കുവാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് ദേവാലയത്തെ കൊടുക്കുവാൻ, നേരത്തെ കാഴ്ചകൾ നൽകുവാൻ എനിക്ക് താല്പര്യമില്ലെങ്കിൽ കർത്താവ് ചാട്ടവാദം തൊട്ടുമുമ്പത്തെ പുസ്തകത്തിൽ പറഞ്ഞത് കൃത്യമായി ദൈവത്തിന്റെ ദേവാലയത്തിൽ ദശാംശം കൊടുക്കുവാൻ, അത് കൊടുക്കാൻ എനിക്ക് താല്പര്യം ഇല്ല. അതുകൊണ്ട് എന്റെ വേദപുസ്തകത്തിൽ പലരും പറഞ്ഞു വേണ്ട, സുവിശേഷത്തിൽ കർത്താവ് ചാട്ടവാദം കഴിച്ച വേദഭാഗം മാത്രം മതി. ഇല്ലേ? ഇതൊക്കെ നമ്മുടെ ഒരു ആധ്യാത്മിക വിമർശനങ്ങൾ ചെയ്യുന്നത്. എന്തിനേയും വിമർശിക്കുവാൻ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നാൽ എന്റെ ഉത്തരവാദിത്തങ്ങളെ നിർവടിയായി നിവർത്തിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കുന്നതാണ് ഈ വിശുദ്ധന്റെ പെരുന്നാളിൽ നമുക്ക് ഒരർത്ഥവും നമ്മുടെ ഈ പെരുന്നാളിന്റെ ആഘോഷങ്ങളോട് ഒരു പ്രയോജനവും ഉണ്ടാകുന്നത്. സക്രിയനെ പറഞ്ഞു, അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരായിരുന്നു. അതോടൊപ്പം ഒരു കാര്യം പറഞ്ഞു, കർത്താവിന്റെ സർവ്വ കൽപ്പനകളിലും ആചരണത്തിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. കർത്താവിന്റെ സർവ്വ കൽപ്പനകളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരായിരുന്നു. എന്താണ് പറയുന്നത്? കർത്താവിന്റെ വലിയ കൽപ്പന. ഉയർന്ന ദിവസത്തിന്റെ പ്രത്യേകിച്ച് പെന്തക്കോസ്തിലേക്ക് അടുക്കുന്ന ശ്രേഷ്ഠമായ ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ഉദ്ധിതനായ ക്രിസ്തു നമുക്ക് നൽകിയ കൽപ്പന എന്താണ്? നിങ്ങൾ ആരോഗ്യം സ്നേഹിപ്പിക്കും. അതിനെ കുറച്ചുകൂടെ ഒരു വിശാലമായ വ്യാഖ്യാനം പ്രത്യേകിച്ച് ഫിലിപ്പിയർക്ക് ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യപ്പെട്ട് ഏക സ്വഭാവമുള്ളവരായി ഇങ്ങനെ സന്തോഷം പൂർണ്ണമാക്കുകയും ക്രിസ്തുവിലുള്ള അതേ ഭാവം നിങ്ങളിലും ഉണ്ടായിരിക്കും. ക്രിസ്തുവിലുള്ള ഭാവം എന്നാണ് പറയുന്നത്. സ്നേഹത്തിൽ
വിഭാഗമായി മറ്റൊരു വിഭാഗം ക്രിസ്തു നമ്മുടെ മുമ്പിൽ വെച്ചിട്ടില്ല. അതുകൊണ്ടാണ് പുതുതായി ക്രിസ്തു നമ്മോട് പറയുന്നത്, ഞാനൊരു കൽപ്പന നിങ്ങൾക്ക് പുതിയതായിട്ട് നിങ്ങൾ അന്യോന്യം സ്നേഹിപ്പിക്കും. പരിശുദ്ധനായ പൗലോസ് തന്നെ ഓർമ്മിച്ചു, നിങ്ങൾ ഏക മനസ്സുള്ളവരായി ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട് ഏക സ്വഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. ദൈവത്തിന്റെ സന്തോഷം പൂർണ്ണമാകുന്നത് നമ്മുടെ കൂട്ടായ്മയിലൂടെയാണ്. ദൈവത്തിന്റെ സന്തോഷം പൂർണ്ണമാകുന്നത് ഒരു കൂട്ടായ്മയായി ഏക സ്നേഹമായി ഐക്യമത്യപ്പെട്ട് നമ്മൾ ഒന്നായി തീരുമ്പോഴാണ്. അതിന് ദേവാലയത്തേക്കാൾ സുന്ദരമായ മറ്റൊരു സ്ഥലം നമുക്ക് വേറെയില്ല. അതുകൊണ്ടാണ് നമ്മെ എല്ലാവരെയും വിളിക്കുന്ന ഒരു വാക്കാണ് ഒരപ്പത്തിന്റെ ആവശ്യം. പൗരസ്ത്യ വേദശാസ്ത്രവും പൗരസ്ത്യ വിശ്വാസവും നമുക്ക് വലിയൊരു പ്രാധാന്യം പ്രത്യേകത തന്നെയാണ്. ഒരപ്പത്തിൽ നിന്നാണ് നാം എല്ലാവരും പങ്കുചേരാറുള്ളത്. അതിൽ വെളിപ്പച്ചെടുക്കുമില്ല. വിശുദ്ധനായ യവനെന്നോ യഹൂദനെന്നോ ഇല്ല, സ്ത്രീയെന്നോ പുരുഷനെന്നോ ഇല്ല, പാവപ്പെട്ടവരെന്നോ പണക്കാരെന്നോ ഇല്ല, ഉന്നത ജാതിയെന്നോ താഴ്ന്ന ജാതിയെന്നോ ഇല്ല. എല്ലാവരും ദൈവസന്നിധിയിൽ സമത്വമുള്ളവരായി പരിശുദ്ധ ബലിയിൽ സംബന്ധിക്കുകയും വിശുദ്ധ രഹസ്യങ്ങൾ അനുഭവിക്കുകയും ചെയ്യും. എന്നാൽ ഇന്ന് ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. സഹോദര ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നു, കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോകുന്നു, ദേവാലയത്തിനുള്ളിലെ ബന്ധങ്ങളും ഇന്ന് ബന്ധനങ്ങളായി വളർന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അന്യോന്യം ശ്ലോകങ്ങളിൽ എന്ന് പറഞ്ഞ പരസ്പരം സമാധാനം നൽകുവാൻ ആഗ്രഹം ചെയ്യുമ്പോഴും സന്തോഷത്തോടെ സമാധാനം നൽകുവാൻ നമുക്കിന്ന് സാധിക്കാതെ പോകുന്നുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. ദൈവം നഷ്ടപ്പെട്ടു പോകുന്ന കൂട്ടായ്മയുടെ അനുഭവങ്ങളിലല്ല, കൂടെയുള്ളവരെ ചേർത്ത് പിടിക്കുന്നതിലാണ് വിശുദ്ധിയുടെ പദവിയിലേക്ക് നടക്കുവാൻ നമുക്ക് ലഭിക്കുന്ന ഭാഗ്യം. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പരിശോധിക്കുമ്പോൾ അവിടെ 5 കൊണ്ട് കർത്താവ് 5000 പേരെ പോഷിപ്പിക്കുന്ന ഒരു സംഭവമായിരുന്നത്. അതോടൊപ്പം തന്നെ 7 കൊണ്ട് 4000 പേരെയും അല്ലെങ്കിൽ 4000-ലധികം പേരെയും കർത്താവ് തൃപ്തരാക്കുന്ന ഒരു ഭാഗം നാം വായിക്കുന്നത്. അവിടെ കൃത്യമായി പറയുന്നത്, കർത്താവ് ഒരു മലമുകളിൽ ഇരിക്കുമ്പോൾ അനേകം പേർ തങ്ങളുടെ പ്രയാസം അനുഭവിക്കുന്നവരെയും കുരുടരായവരെയും മുടന്തരായവരെയും കർത്താവിന്റെ അടുക്കലേക്ക് കൊണ്ടുചെല്ലുമെന്നാണ് പറയുന്നത്. കുരുടരായവരെയും മുടന്തരായവരെയും മറ്റനുഭവിക്കുന്നവരെ മറ്റു രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവരെ കർത്താവിന്റെ മലമുകളിൽ ഇരിക്കുമ്പോൾ കർത്താവിന്റെ അടുക്കലേക്ക് സൗഖ്യം ലഭിക്കുമെന്ന വിശ്വാസത്തോടെ അവരെ പേരിക്കൊണ്ടുപോകുന്ന, അവരെ കൈക്ക് പിടിച്ചു കൊണ്ടുപോകുന്ന ഒരു ജനസമൂഹത്തെ പത്തിലാണ് പറയുന്നത്. അവിടെ കർത്താവ് വലുതാകുന്ന അത്ഭുതം പ്രവർത്തിച്ചു. 7 അപ്പവും 2 കറിയും കൊണ്ട് 4000-ലധികം പേരെ അവിടെ തൃപ്തരാക്കി. ആ ദൈവിക അത്ഭുതങ്ങളുടെ അനുഗ്രഹം എന്തുകൊണ്ട് പ്രാപിച്ചു എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അവിടെ ഒരു വലിയ കൂട്ടായ്മയുടെ അനുഭവം ഉണ്ടായിരുന്നു. തങ്ങൾ സ്വന്തമായി പോയി സൗഖ്യം പ്രാപിക്കുക എന്നുള്ളതല്ല, തങ്ങളോടൊപ്പമുള്ള അധികൃതരായവരെ, തങ്ങളോടൊപ്പമുള്ള രോഗികളായവരെ, തങ്ങളോടൊപ്പമുള്ള വൃദ്ധരായവരെയൊക്കെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അവർ കൊണ്ടുവരുന്നു. വലിയ കാര്യങ്ങളൊന്നും വേണ്ട, നമ്മുടെ പ്രാർത്ഥനകളിലെങ്കിലും നമുക്ക് ഇവരെ ഉൾപ്പെടുത്തുവാൻ കഴിയുന്നത്. ഇപ്പൊ എല്ലാവരെയും എടുത്തുകൊണ്ട് ഓടണമെന്ന് ഞാൻ പറയുകയില്ല. നമ്മുടെ പ്രാർത്ഥനകളിലെങ്കിലും നമ്മുടെ സഹോദരങ്ങളെ, നമ്മുടെ ദേവാലയത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ പരിചയത്തിലുള്ള, നമ്മുടെ അടുത്തുള്ള, നമ്മുടെ ഭവനത്തിലുള്ള രോഗികളായിരിക്കുന്നവരെ, പ്രയാസപ്പെടുന്നവരെ, മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഒന്ന് ഓർത്ത് ഒരു നേരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. കഴിയുന്നവരെ, പ്രിയമുള്ളവരെ, നാം വിശുദ്ധിയുടെ പടവിലേക്ക് നടന്നു കയറുകയാണ്. ശാന്തമായി ആലോചിക്കുന്നു. നമ്മളോട് എത്രയോ പേര് പറയുന്നത് പ്രാർത്ഥിക്കണം. നിങ്ങൾ എത്രയോ പേര് നമ്മളോട് പറയുന്നത് എനിക്ക് രോഗമാണ്, സുഖമില്ലാതിരിക്കുന്നു, മാനസികമായി എനിക്ക് പ്രയാസങ്ങളുണ്ട്. അവരെയൊക്കെ എപ്പോഴെങ്കിലും ഈ ദേവാലയത്തിലുള്ളവர்களായിരിക്കുമ്പോഴെങ്കിലും ഒന്ന് ഓർത്ത് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമ്മളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോവുകയാണ്. തമാശയ്ക്ക് പ്രാർത്ഥിക്കുന്ന വീട്ടിലുണ്ട്, ദൈവത്തെ അനുഗ്രഹിക്കണമേ എന്നെ കുടുംബത്തെ. കാരണം നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രയാസങ്ങളും നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ അത്യാഗ്രഹങ്ങളും ഒക്കെ പറഞ്ഞു നിൽക്കുവാൻ നമുക്ക് സമയം ലഭിക്കുന്നില്ല.
പിന്നെയാണോ വേണ്ടി പ്രാർത്ഥിക്കുന്നത്? എന്നാൽ ക്രിസ്തു പറഞ്ഞു, എന്റെ സന്തോഷം എവിടെയാണ് പൂർണ്ണമാകുന്നത്? എന്റെ സന്തോഷം പൂർണ്ണമാകുന്നത് ഏക മനസ്സോടും ഐകമത്യത്തോടും കൂടി മുൻപോട്ട് പോകുമ്പോഴാണ്. ആദ്യ ദിവസങ്ങളുടെ പ്രത്യേകത തന്നെയായിരുന്നു. അവർ ഒരുമിച്ച് അപ്പം നോക്കിയും കൂട്ടാനെ കലച്ചും പ്രാർത്ഥിച്ചും വചനം കേട്ടും സന്തോഷത്തോടെ പോയിക്കൊണ്ടിരുന്നു. അവിടെ അവിശ്വസ്തത കടുത്ത് രണ്ടുപേരും പരിചയപ്പെടുന്നുണ്ട്. ഒരാളുടെ പേര് അനനിയാസും മറ്റേത് ഭാര്യ സഫീറയും. അവർ ചെയ്തത് തെറ്റുണ്ടാകുന്ന കുറിച്ചാൽ ഞാൻ പറയുന്നു, അവർ ആയിരുന്ന കൂട്ടായ്മയുടെ അനുഭവത്തിൽ അവർ അവിശ്വസ്തരായിരുന്നു. അവർ ആയിരുന്ന കൂട്ടായ്മയുടെ അനുഭവത്തിൽ അവർ അവിശ്വസ്തരായിരുന്നു. പ്രിയമുള്ളവരെ, ഒന്നായിരിക്കുവാൻ പിടിക്കപ്പെട്ടവരാണ് നാം എല്ലാവരും. ഓരോ വിവാഹ പ്രകാശ കഴിയുമ്പോഴും ഇനി ഞങ്ങൾ നിരപരാധികളാണ് എന്ന് പറഞ്ഞ് അച്ഛന്മാരിങ്ങനെ യാത്ര അയക്കുമെന്നൊക്കെ പറഞ്ഞാലും ഈ മോതിരം മാറുന്ന സമയത്ത് നമുക്കറിയാം ധാർമ്മികരാണ് മോതിരം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? പരസ്പരം മോതിരം ഇടാറുണ്ട്. കാരണം ഇത് പരസ്പരമുള്ള ഉടമ്പടിയല്ല, ആദ്യമായിട്ട് ഉടമ്പടിയാണ്, ഒരുമിച്ച് ദൈവത്തോട് നടത്തുന്ന ഉടമ്പടിയാണ്. കാരണം കുടുംബം എന്ന് പറയുന്നത് സ്വർഗരാജ്യത്തിന്റെ ഈ ഭൂമിയിലെ ചെറിയ പതിപ്പാണ്. കുടുംബജീവിതത്തിലായിരിക്കുമ്പോൾ സ്വർഗരാജ്യം പടുത്തുയർത്തുവാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വവും കടമയും ബാധ്യതയും ഉണ്ട്. ദേവാലയത്തിന്റെ ഭാഗമാകുമ്പോഴും ഒരർത്ഥത്തിന്റെ അംശീകളാകുമ്പോഴും ഈ ഐക്യമത്യം മുൻപോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കടമയുണ്ട്. പക്ഷേ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളും പ്രയാസങ്ങൾ സംഭവിക്കുന്ന നിർഭാഗ്യം എന്ന് പറയട്ടെ ദേവാലയങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നിൽ കുടുംബത്തിന്റെ പേരിലായിരിക്കും, അല്ലെങ്കിൽ സ്ഥാനമാനങ്ങളുടെ പേരിലായിരിക്കും, ഇല്ലെങ്കിൽ വ്യക്തിപരമായ ഉദ്ദേശം ദേവാലയത്തോട് തീർക്കാം എന്നുള്ള ബോധ്യത്തിലാണ് അനേക പേരുകളിൽ ഇന്ന് അസ്വാരസ്യങ്ങളും പ്രയാസങ്ങളുമൊക്കെ ബുദ്ധിമുട്ടുകളുമൊക്കെ ഉയർന്നു വരുന്ന കാലഘട്ടമാണ്. എന്നാൽ ക്രിസ്തു പറയുന്നു, എന്റെ സന്തോഷം പൂർണ്ണമാകണമെങ്കിൽ നിങ്ങൾ ഏക മനസ്സോടെ ഐകമത്യത്തോടെ ഒന്നായി നിന്റെ സഹോദരന്റെ കൈ പിടിച്ച് ദേവാലയത്തിൽ കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് കഴിയണം. അവൻ ബുദ്ധിമുട്ടിലായിരിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥനയിലൂടെ അവനെ ബലിപീഠത്തിനോട് അടുപ്പിക്കുവാൻ തക്കവണ്ണം നിങ്ങൾക്ക് കഴിയണം. അവിടെയാണ് നമുക്കുള്ള സാധ്യത തുറക്കുന്നത്. എന്താണ് വിശുദ്ധരാകുക. സമയം അനുഗ്രഹിക്കുന്നതുകൊണ്ട് ആ ഭാഗം ഞാൻ അവസാനിപ്പിക്കുകയാണ്. സെമിനാരി പഠനകാലത്ത് അവിശിഷ്ടമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഒരു ഭവനം ഇന്നും എന്റെ മനസ്സിലുണ്ട്. അവിടുത്തെ ഒരു അമ്മ ഇതര വിശ്വാസത്തിലേക്ക്, പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിലേക്ക് പോയി. ആ അമ്മയുടെ ഭർത്താവ് 4 മാസം മുമ്പേ, ഞങ്ങൾ ചെല്ലുന്നതിന് 4 മാസം മുമ്പെയാണ് പഠിക്കുന്നത്. മക്കളൊക്കെ ഇപ്പോഴും ഓർത്തഡോക്സ് സഭയിലുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ സന്ദർശനത്തിൽ ചെന്നത്. അമ്മയുടെ മുഖത്തിൽ തെളിച്ച് ഞങ്ങൾ ആരും കണ്ടില്ല. ചെന്നു ഞങ്ങളെ സ്വീകരിച്ചു, അകത്തിരുത്തി. എന്നിട്ട് പറഞ്ഞു, ഒരു 4 മാസം മുമ്പെയാണ് ഭർത്താവ് മരിച്ചുപോയത്. അത് പറയുമ്പോഴും വലിയ ഭാവവിന്യാസമൊന്നും ആ സ്ത്രീയുടെ മുഖത്ത് കണ്ടില്ല. അവര് ഇന്ന് ഞങ്ങളോട് പറഞ്ഞ കാര്യമുണ്ട്, അച്ഛാ നിങ്ങൾ അച്ഛനായിട്ടില്ല, ക്ഷമാശന്മാരെ കൂടെയുണ്ട്. ഞാൻ വിശ്വാസത്തിന്റെ തീക്ഷ്ണത കൊണ്ടൊന്നും എന്റെ സംഭവിച്ചു പോയതല്ല. മറിച്ച് ഞാൻ നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ആളാണ്. സാമ്പത്തികമായി അത്യാവശ്യം ഞങ്ങളുടെ എല്ലാ സാധ്യതകളും ഉണ്ടായിരുന്നു. എന്നാൽ എന്നെ വിവാഹം കഴിച്ച പുരുഷൻ, അതായത് ഭർത്താവ്, നിരന്തരമായി മദ്യപിക്കുന്ന ഒരു മനുഷ്യനാണ്. മദ്യപിക്കും, എന്നെ ഉപദ്രവിക്കും, ചുറ്റ പറയും. എന്റെ ജീവിതത്തിൽ ഇന്നയോളം, ഈ നാടിന് ഇന്നയോളം അദ്ദേഹത്തിന്റെ മരണം വരെ സന്തോഷം അങ്ങനെ അനുഭവിക്കാൻ എനിക്ക് ഇടയായിട്ടില്ല. എന്റെ ചുറ്റും കുടുംബക്കാരുടെ ദേവാലയത്തിൽ അംഗങ്ങളുണ്ട്. എന്റെ ഈ വ്യവസ്ഥയിൽ എന്നെ ഒന്ന് സമാധാനിപ്പിക്കുവാനോ ആശ്വസിപ്പിക്കുവാനോ ഇവരാരും വന്നില്ല. വന്നവരോടുകൂടെ ഞാനും വന്നവരോടുകൂടെ ഞാനും നമ്മളെല്ലാവരും ദേവാലയ ഉത്സുകരാണ്. ഭക്തിയുടെ പാരമ്പര്യത്തിൽ
എന്നാൽ അതുകൊണ്ട് മാത്രം നമ്മുടെ ആധ്യാത്മിക ജീവിതം പൂർണ്ണമാകുന്നില്ല എന്ന് ഓർമ്മിക്കുന്നു. ആ അമ്മ എന്തുകൊണ്ട് ആ ദേവാലയത്തിൽ നിന്ന് മാറിപ്പോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഞാൻ കാരണവും നമ്മൾ കാരണവും. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ഇടയിൽ മാറി നിൽക്കുന്നുണ്ട്. ഒരുപാട് പേര് നമ്മുടെ ദേവാലയത്തിലേക്ക് വരുവാൻ ഒരുപാട് പ്രതിസന്ധികൾ കാണും. നമ്മുടെ മുമ്പിൽ വന്നാൽ പരിഹസിക്കപ്പെടുന്നവരുടെ ചിന്തയും നിരാശയുമാണ് കാണും. അവരെ ചേർത്ത് പിടിക്കുവാൻ കഴിയുമ്പോഴാണ് ക്രിസ്തുവിന്റെ സന്തോഷം പൂർണ്ണമാകുന്നത്. ഒന്നാമത്തെ ചോദ്യം ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. ആരാണ് പരിശുദ്ധൻ? അത് നൽകുവാൻ കഴിയുന്ന ഏറ്റവും ലളിതമായ ഉത്തരം ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിന്റെ സർവ്വകൽപ്പനകളിലും കുറ്റമില്ലാത്തവരെ നടത്തുവാൻ ആർക്ക് കഴിയുന്നുവോ അവനെ വിളിക്കും വിശുദ്ധനെന്ന് വിളിക്കും. രണ്ടാമത്തെ ചോദ്യം, എന്തിനാണ് വിശുദ്ധൻ? എന്തിനാണ് നമുക്ക് വിശുദ്ധന്റെ ആവശ്യം? നമ്മൾ ഒരുപാട് ചോദിക്കുന്ന ചോദ്യമാണ്, എന്തിനാണ് വിശുദ്ധൻ? അതിന് ദൈവശാസ്ത്രപരമായ തലങ്ങളിലേക്കും ഞാൻ കടക്കുന്നില്ലായെങ്കിലും എന്തിനാണ് വിശുദ്ധൻ എന്ന ചോദ്യത്തിന് നൽകപ്പെട്ട വിശുദ്ധ വേദപുസ്തകത്തിൽ ലളിതവും സുന്ദരമായ ഉത്തരം മാത്രം നമ്മൾ പങ്കുവയ്ക്കുകയുണ്ട്. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 5-ാം അധ്യായം 10-ാം വാക്യം. ഇവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ കഷ്ടാനുഭവത്തിലും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു. സഹിഷ്ണുത കാണിച്ചവരെന്ന ഭാഗ്യവാന്മാരെന്ന് ഉപയോഗിക്കുന്നു. എന്തിനാണ് വിശുദ്ധന്മാരുടെ ആവശ്യം? സഹോദരന്മാരെ, കർത്താവിന്റെ നാമത്തിൽ സംസാരിച്ച പ്രവാചകന്മാരെ എന്തുവേണ്ടിയാണ്? കഷ്ടാനുഭവത്തിലും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി വിചാരിച്ചു. സഹിഷ്ണുത കാണിച്ചവരെല്ലാം വിളിക്കുന്നു, ഭാഗ്യവാന്മാരെന്ന് വിളിക്കുന്നു. വിശുദ്ധ ഗീവർഗീസ് സഹോദരനെ ഭാഗ്യവാന്മാരെന്ന് വിളിച്ചത് ഇല്ലേ? പറയുന്നു, കർത്താവിനോട് ചോദിക്കുന്ന സഹോദരനെ നീ ഭാഗ്യവാനാകുന്നു. എന്തുകൊണ്ടാണ് സഹോദര ഭാഗ്യവാനായത്? ഈ ലോകത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൊണ്ടുവന്നതാണോ? ഒരുപാട് സമ്പത്ത് നേടിയെടുക്കുന്നതുകൊണ്ടാണോ? അല്ല, കഷ്ടതയ്ക്കും സഹിഷ്ണുതയ്ക്കും ഒരു മാതൃകയായി തീർന്നതുകൊണ്ടാണ്. നമുക്കറിയാം, ചക്രവർത്തിയുടെ കാലം തേടി കുഞ്ഞുചുണ്ടിന്റെ പശ്ചാത്തലത്തിൽ എത്രമാത്രം പീഡനവും വേദനകളും സഹിക്കാമോ സഹദായുടെ ചരിത്രമെടുത്ത് വായിക്കുമ്പോൾ നമുക്കറിയാം. ഒരുപാട് ശിക്ഷകൾ ക്രിസ്തുവിനോടുള്ള വിശ്വാസത്തെ തള്ളി പറയുവാൻ തരണം സഹദായെ ശിക്ഷിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ദൈവത്തിന്റെ പരിശുദ്ധാത്മ ശക്തി ലഭിച്ച് സഹദായെ അതിജീവിക്കുവാൻ തരണം ശ്രദ്ധിക്കുന്നുണ്ട്. അവിടെയാണ് സഹദാ നമുക്ക് മുമ്പിൽ വ്യത്യസ്തനാകുന്നത്. കഷ്ടതയ്ക്കും ദീർഘക്ഷമയ്ക്കും ദൃഷ്ടാന്തമായി നാം വിശുദ്ധന്മാരെ കണക്കാക്കണം. പക്ഷേ ഇന്ന് നമ്മൾ എന്തിനു വേണ്ടിയാണ് വിശുദ്ധന്മാരെ കണക്കാക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ഒഴിച്ചിട്ടുണ്ട്, നമ്മുടെ സാമ്പത്തികമായ നേട്ടങ്ങളുണ്ട്, ജോലി സാധ്യതകൾ, ജോലി സ്ഥാനക്കയറ്റം, അങ്ങനെ വേണ്ട എല്ലാ ആവശ്യങ്ങൾക്കും ഒരു ഫ്രിഡ്ജ് തന്നെ വാങ്ങിക്കണമെങ്കിൽ വിലക്കുറവിൽ കിട്ടണമെങ്കിൽ വരെ നമ്മൾ സഹദായെ കർത്താവെ 1000 രൂപ കുറച്ചൊരു ഫ്രിഡ്ജ് കിട്ടാൻ വരെ വഴിയുണ്ടോ? സഹദായ എഴുതി. കഴിഞ്ഞ ദിവസം ഒരു കട കേട്ടത് വിവരിച്ചു കേട്ടതിനെ മാതാവിന് വാളയെ ഒരു കഥയുണ്ട്. ഒരു പക്ഷേ കുറച്ചുപേരെ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരു മനുഷ്യൻ മീൻ പിടിക്കുവാൻ പോയി. അവർ പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് നല്ല മുഴുത്തൊരു മീനെ കിട്ടിയാൽ ആ മീനെ ഞാൻ മാതാവിനെ നേർച്ചയായി സമർപ്പിച്ചോളാം. അദ്ദേഹം ചൂണ്ടയിട്ടു, വലിയൊരു വാള കുത്തി. അതിന്റെ വലിച്ചപ്പോഴാണ് മനസ്സിലായി നല്ല ഭാരമുള്ളവർക്ക്. അദ്ദേഹം മനസ്സിൽ പറഞ്ഞു, ഓ മാതാവിന് വാള. അങ്ങനെ പറഞ്ഞതും ആ വാള ചൂണ്ടയിൽ നിന്ന് വിട്ടുപോയി. എഴുത്തുമായി പറഞ്ഞു, മാതാവിനോട് തമാശ പറയുന്നു. നമ്മുടെ വിശുദ്ധന്മാരുള്ള മധ്യസ്ഥതയുടെ തലം ഏതെന്ന് ചോദിച്ചാൽ ഏകദേശം ഏതാണ്ട് ഇതുപോലെയാണ്. എന്തിന്റെ ആവശ്യങ്ങളെ നേടിത്തരുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ATM മെഷീനാണ് വിശുദ്ധന്മാർ. അതിനപ്പുറം അവരുടെ ജീവിതത്തെ കാണുവാനോ മനസ്സിലാക്കാനോ നമുക്ക് ഇതുവരെ കഴിയുന്നുണ്ടോ? ഇല്ല.
പ്രിയമുള്ളവരെ, ഈ സഹതായ ജീവിതം, വിശുദ്ധന്മാരുടെ ജീവിതം, ശുദ്ധിമതിയുടെ ജീവിതം നമുക്ക് നൽകുന്ന മാതൃക അത് നിരാശയിലേക്ക് താഴ്ന്നുപോകാനല്ല, മറിച്ച് പ്രത്യാശയോടെ അതിനെ അതിജീവിക്കുവാനാണ്. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്ന വ്യക്തിയുണ്ട് ഇയ്യോബ്. ഈ ലോകത്തിൽ സംഭവിക്കാവുന്ന എല്ലാ ദുരിതങ്ങളും, എല്ലാ പ്രയാസങ്ങളും, എല്ലാ അപകടങ്ങളും കൺമുന്നിൽ കണ്ട മനുഷ്യരാണ്. തന്റെ സ്വത്തും സമ്പത്തും കുടുംബവും കുട്ടികളും എല്ലാം നഷ്ടപ്പെട്ടുപോയവരാണ്. സാധാരണ നിലയിൽ നമ്മളെ പോലെയാണെങ്കിൽ ഇയ്യോബ് നിരാശപ്പെടുത്തിയേണ്ടതാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തീർന്നു പോകേണ്ടതാണ്. പക്ഷെ ഇയ്യോബ് പറയുന്നു, എന്നെ വീണ്ടെടുക്കുന്നവൻ ജീവനോടിരിക്കുന്നുവെന്നും ഞാൻ ദേഹസഹിതനായി അവനെ കാണും. അതാണ് നിങ്ങളുടെ പ്രത്യാശ. ഒരു വിശുദ്ധന്റെ ജീവിതം, ഒരു വിശുദ്ധന്റെ രചനാകുമ്പോൾ നമുക്ക് കിട്ടേണ്ടത് ഏറ്റവും വലിയ പ്രത്യേകത പ്രയോജനമാകുകയാണ്. ആ പരിശുദ്ധൻ, ആ പുണ്യവാൻ ഈ കഷ്ടതകളെ, ഈ പ്രയാസങ്ങളെ എങ്ങനെ അതിജീവിച്ചുവോ, വിശ്വാസത്തിൽ അതിജീവിച്ചുവോ, ദൈവത്തോടുള്ള ഭക്തിയെ അതിജീവിച്ചുവോ, ദൈവത്തോടുള്ള ബന്ധത്തിൽ അതിജീവിച്ചുവോ, ദൈവമേ അതുപോലെ എന്റെ ജീവിതത്തിലെ ദുഃഖങ്ങളെ, എന്റെ ജീവിതത്തിലെ പ്രതിസന്ധികളെ, പ്രയാസങ്ങളെ തുച്ഛമല്ലെന്നുവാനും അവയെ അതിജീവിക്കുവാൻ, പരിശുദ്ധാത്മാവെ അതിജീവിക്കുവാൻ എനിക്കും സാധിക്കണം. പ്രത്യേകിച്ച് നമുക്കറിയാം, ക്യാൻസർ പോലുള്ള രോഗങ്ങളിൽ ഒരുപാട് നമ്മളുടെ വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി സംസാരിക്കാൻ എനിക്കും നാളെ എന്തെന്ന് പറയാൻ കഴിയുകയില്ല. പക്ഷെ നമുക്ക് ചുറ്റുമുള്ള ഭൂരിഭാഗം പേര് നിരാശയ്ക്കാണ് പോകുന്നത്. ഒരുപാട് പേര് സംസാരിക്കുമ്പോൾ അവരെല്ലാം നിരാശപ്പെട്ടു പോവുകയാണ്. ഈ അടുത്ത കാലത്ത് ഞാൻ സംസാരിച്ച, വ്യക്തിപരമായി സംസാരിച്ച ഒരു 5-6 യുവതിയുവാക്കൾ, അവരുടെ സംസാരത്തിൽ ഇനി മുൻപോട്ട് എന്ത് എന്നുള്ളൊരു ചിന്തയും ഒരു ബോധ്യവുമില്ല. ഒരാളെന്ന് പറഞ്ഞാൽ, അച്ഛാ ജീവിതം അവസാനിപ്പിക്കാൻ പലവട്ടം ഞാൻ ചിന്തിച്ചു. അതുകൊണ്ടാണ് മുൻപേ ഞാൻ ഈ വീഡിയോ ഓർമ്മിപ്പിച്ചത്. കാരണം ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് മുമ്പിൽ മാതൃക കാണിച്ച് ഇങ്ങനെ കുറെ വിശുദ്ധന്മാരോട് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. കാരണം നമ്മെ സംബന്ധിച്ച് ഇവര് എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങൾ നിറവേറ്റുന്നവർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും സിനിമയ്ക്കകത്ത് കണ്ടതാണ്, ഇങ്ങനെ ഇവർക്ക് സഹതാവിനെ പടം കാണിച്ചിട്ട് ഒന്നുകിൽ സഹത, അല്ലെങ്കിൽ പാമ്പ്, അല്ലെങ്കിൽ കുന്തം, എവിടെന്നെങ്കിലുമൊക്കെ അനുഗ്രഹം കിട്ടിയാൽ മതി എന്ന് പറയുന്ന തമാശ അതവർക്ക് കണ്ടതാണ്. ഞാൻ പറഞ്ഞത്, എങ്ങനെയെങ്കിലുമൊക്കെ എനിക്ക് എന്റെ ജീവിതത്തിന്റെ ആവശ്യങ്ങൾ മാത്രം നിറവേറണമെന്ന് വിശുദ്ധന്മാരുടെ ആ സാന്നിധ്യത്തെ നമ്മൾ ചെറുതായി കാണുമ്പോൾ നാം ഒന്ന് മനസ്സിലാക്കണം, നമ്മുടെ തലമുറകൾ നാം പകർന്നു കൊടുക്കുന്ന വിശ്വാസത്തിന്റെ ബോധ്യവും അത്ര മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അവർ ആവശ്യം മുന്നോട്ട് വെക്കുന്നു. അത് ആഗ്രഹിക്കുന്ന സമയത്ത് സാധിക്കാതെ വന്നാൽ അവർ വിശ്വാസത്തിൽ നിന്ന് തന്നെ മാറിപ്പോവുകയാണ്, ദൈവമായ അനുഭവങ്ങളോട് മാറിപ്പോവുകയാണ്. കാരണം ഇനിയും എനിക്ക് പ്രത്യാശ വെക്കുവാനുള്ള ദൈവം എന്നോട് കൂടെയുണ്ട് എന്നുള്ള ബോധ്യം തലമുറകൾക്ക് പകർന്നു കൊടുക്കുവാൻ നമ്മളെല്ലാവരും ഇന്ന് പരാജയപ്പെട്ടു പോകുന്നവരെ. അതുകൊണ്ടാണ് നമ്മൾ ചുറ്റും നോക്കിയാൽ അറിയാം, അനേകം പേര് ചെറിയ കാര്യങ്ങൾ ജീവിതം അവസാനിപ്പിക്കുന്നു, നിരാശയിലേക്ക് വീട്ടിൽ പോകുന്നുണ്ട്. പക്ഷെ നമ്മളെ ചിന്തിക്കും, എന്റെ വീട്ടിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നമ്മുടെ കോവിഡ് വന്ന പോലെ, കോവിഡ് വന്നപ്പോൾ എങ്ങനെയായിരുന്നു? ചൈനയിൽ കോവിഡ് ആയിരുന്നു, എനിക്കൊന്നും ഒരു പ്രശ്നമില്ല. തൃശ്ശൂരിൽ വന്നപ്പോഴും തൃശ്ശൂരല്ലേ ഞാനിങ്ങനെ ചെങ്ങന്നൂരല്ലേ വരുന്നത്. തൊട്ടടുത്ത വീട്ടിൽ വന്നപ്പോഴും അവരുടെ വീട്ടിലല്ലേ വന്ന് എന്റെ വീട്ടിൽ വന്നിരുന്നു. സ്വന്തം വീട്ടിൽ വന്നപ്പോഴാണ് ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു തലമുറയെ വിശ്വാസത്തോട് ചേർത്ത് നിർത്തുവാൻ നമ്മളെല്ലാവരും കടപ്പെട്ടവരാണ്. നമ്മുടെ ഇന്നത്തെ വലിയ ചിന്ത ദൈവത്തെ കൊടുത്തില്ലെങ്കിലും ഈ ലോകത്തിലെ ബാക്കിയുള്ളതെല്ലാം കൊടുത്താൽ അവരുടെ ജീവിതം പൂർണ്ണമാകും എന്നുള്ളതാണ്. നല്ല പ്രിയമുള്ളവരെ, ചില വൈഷമ്യ ഘട്ടങ്ങളിൽ ഇനിയും ഞാൻ ആരെ ആശ്രയിക്കൂ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് മക്കൾ നമ്മുടെ ചുറ്റുമുണ്ട്. മനസ്സിലാക്കണം, അവർക്ക് കാണിച്ചു കൊടുക്കണം, മകനെ മകളെ, കഷ്ടമനുഭവിക്കുമ്പോഴും ദീർഘക്ഷമയ്ക്കും പ്രയാസം അനുഭവിക്കുമ്പോഴും നീ സഹതായെ മാതൃകയാക്കണം എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ആ സഹതായിയുടെ ദൈവസാന്നിധ്യ ബോധ്യത്തെ തിരിച്ചറിയുവാൻ ഈ ലോകം മുഴുവൻ ഉപേക്ഷിച്ചാലും പെറ്റതന്നെ മറന്നവരും മറക്കാത്തവരും ദൈവം ഉണ്ട് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയണം. അതിൽ പലപ്പോഴും നമ്മളെല്ലാവരും പരാജയപ്പെട്ടു പോകുന്നു. കാരണം ഈ ലോകത്തിന്റെ തിരക്കുകൾ, അതിൽ വലിയ
ഭാഗമാണ്. പക്ഷേ ആ അതിരുകൾക്കിടയിൽ തലമുറകൾക്ക് പകർന്നു കൊടുക്കേണ്ടത് ആവശ്യമാണ്. ഈ സഹതാപത്തിൽ നാം ആഘോഷിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു മണിക്കൂർ കഴിയുന്നു. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ദീർഘക്ഷമയ്ക്കും അഷ്ടാനുഭവത്തിലും ഈ വിശുദ്ധന്മാരെ മാതൃകയാക്കാൻ നമുക്ക് കഴിയും. അപ്പോൾ മാത്രമാണ് നമ്മുടെ ഈ പെരുന്നാളുകൊണ്ട് സഹതാപങ്ങളുടെ മധ്യസ്ഥത കൊണ്ട് ഒരു അർത്ഥം, ആധ്യാത്മികമായ ചൈതന്യം ഉണ്ടാകുന്നത്. അത് സാധിക്കാതെ പോകുമ്പോൾ ചോദിച്ചു കിട്ടിയില്ല, മറന്നു, അത്രയേ ഉള്ളൂ. ചോദിച്ചു കിട്ടിയില്ല, അല്ലെങ്കിൽ കിട്ടി, മറന്നു. ദേവാലയത്തോടും ബലിപീഠത്തോടുമുള്ള ബന്ധം അവിടെ അവസാനിക്കുകയാണ്. ഈ ഫിനാൻസ് പ്രിൻസിപ്പലിനെ പറ്റിയൊക്കെ പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചെറിയ പ്രസംഗത്തിന്റെ ശകലം യൂട്യൂബിൽ കേൾക്കുവാനിടയായി. അവിടെ എങ്ങനെയാണ് പറയുന്നത്? അത് ഒരു ഇംഗ്ലീഷ് പശ്ചാത്തലത്തിൽ പറയുന്നു. പക്ഷേ നമ്മുടെ നാട്ടിലെ മനസ്സിലാക്കാൻ വേണം അതിങ്ങനെ ഒരു ശ്രമം പറയുവാൻ കഴിയും. ഒരു മനുഷ്യൻ പ്രസംഗിക്കുകയാണ്. ഈ ഫിനാൻസിനെ പറ്റി പറയുമ്പോഴാണ്, ഈ പണത്തിന്റെ ഉപയോഗത്തെ പറ്റി പറയുമ്പോഴാണ് പറയുന്നത്, എന്റെ മുത്തച്ഛൻ ദിവസവും 10 കിലോമീറ്റർ നടന്നാണ് ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നത്. എനിക്ക് ഒരു സ്കൂട്ടറുണ്ട്. എന്റെ മകന് നല്ലൊരു കാറുണ്ട്. എന്റെ കൊച്ചുമകന് വില കൂടിയ, അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് വില കൂടിയ കാറുകളുണ്ട്. പക്ഷേ അവന്റെ മകന് നാളെ 10 കിലോമീറ്റർ നടക്കുകയായിരുന്നു. അവിടെ പറഞ്ഞത് ഇങ്ങനെയാണ്: tough times create strong men, strong men creates easy times, easy times creates weak men, weak men creates tough times. അതായത് കഠിനമായ സമയങ്ങൾ ശക്തരായ മനുഷ്യരെ ജനിപ്പിക്കുന്നു. ശക്തരായ മനുഷ്യർ എളുപ്പമായ മാർഗങ്ങളെ ജനിപ്പിക്കുന്നു. എളുപ്പമായ മാർഗങ്ങളിൽ മനുഷ്യരെ വീണ്ടും ബലഹീനരാക്കുന്നു. ബലഹീനരായവൻ വീണ്ടും കഠിനമായ സമയങ്ങളെ ഉണ്ടാക്കുന്നു. ഇത് തന്നെയാണ്, ഏകദേശം ഇതുപോലെയൊക്കെ തന്നെയാണ്. കഠിനമായ സമയങ്ങൾ വരുമ്പോൾ നാം ശക്തരാകുവാൻ നമുക്ക് നൽകപ്പെട്ട വലിയ നിധികളാണ് ഈ പരിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെയും ജീവിതം. അത് തലമുറകളിലേക്ക് പകർന്നു കൊടുക്കുവാൻ നടന്നു പോകുമ്പോൾ, സുഖസമയങ്ങളിൽ മാത്രം അഭിനയിക്കുമ്പോൾ, ഇനി വരുന്ന തലമുറ അതിനെ അതിജീവിക്കുവാൻ ഒരുപാട് പാടുപെടുത്തേണ്ടത്. അതാണ് നമ്മുടെ ചുറ്റിലും പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഒരു റോമന്റെ പടയാളി മാത്രമല്ല വിശുദ്ധിയുടെ പടവിലേക്ക് നടന്നെടുക്കുവാൻ എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ അദ്ദേഹത്തിന്റെ ജീവിതം ദൈവസന്നിധിയിൽ നീതിയുള്ളതായിരുന്നു. രണ്ടാമത്തെ ഉത്തരം തീർച്ചയായും കഷ്ടതയും ദീർഘക്ഷമയും ഒരു മാതൃകയായി ദൈവത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മാതൃകയായി വെച്ചിട്ടാണ് ആ സഹത, ആ പുണ്യമായ ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നത്. സഹതായി പ്രാർത്ഥിക്കുന്നത് തന്നെ കല്ലറി വന്നപ്പോഴും ആക്രമിക്ക് വന്നപ്പോഴും മരണം മുൻപിൽ കണ്ട നിമിഷത്തിലും ആ മനുഷ്യൻ, ആ സഹത, ശമാശൻ നേരെ സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയാണ്. അവിടെ സ്വർഗം തുറന്നതും മനുഷ്യരുടെ ദൈവത്തിന്റെ വലതുഭാഗത്ത് നിന്നതും അദ്ദേഹം കണ്ടു. അത് കാണുമ്പോൾ ആ ദൈവ സാന്നിധ്യത്തെ തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോൾ തന്റെ മുമ്പിൽ കല്ലറി വന്നവർ പോലും തന്നെ ഒന്നുമല്ലാതെ തോന്നി. ആ ദൈവ സാന്നിധ്യ ബോധത്തിലേക്കാണ് ദൈവമുള്ളവരെ നമ്മുടെ തലമുറയെ നമ്മൾ വാർത്തയ്ക്കേണ്ടത്. ഇവർക്ക് സാധാരണ ചരിത്രം, ഇവർക്ക് സാധാരണ മധ്യസ്ഥത, ഇവർക്ക് സാധാരണ പെരുന്നാൾ നാം തലമുറകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതും ഈ മാതൃകയാണ്. ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കപ്പെടുന്ന വ്യക്തികളാണ് എംബാസിലേക്ക് പോയ 2 ശിഷ്യന്മാർ. അല്ലേ? ഒരു പ്രതീക്ഷിച്ചു തങ്ങൾക്ക് വരുവാനുള്ള രാജാവ് ഈ ലോകം മുഴുവൻ വിപ്ലവകരമായി തകിടം മറിക്കുവാൻ ശക്തിയുള്ള ഒരാൾ വരുന്നു. പക്ഷേ പ്രതീക്ഷയുടെ വിപരീതമായി ആ മനുഷ്യൻ കുരിശിലേറ്റപ്പെട്ടു. ഉചിതനായി പറയുന്നതും കേട്ടുകൊടുക്കാൻ പോകുന്ന വഴി പറയുന്നത്, തങ്ങളുടെ പ്രതീക്ഷകൾ, തങ്ങളുടെ പ്രത്യാശയ്ക്ക് അസ്തമിച്ചു എന്ന് തോന്നിയ നിമിഷത്തിലും ആ അന്ധത കാരണം കൂടുതൽ ക്രിസ്തുവിനെ അവർക്ക് കാണുവാൻ കഴിയുന്നില്ല. പിന്നീട് എപ്പോഴാണ് ക്രിസ്തുവിനെ അവർ കാണുന്നത്? ആ അപ്പം മുറുക്കി അവർക്ക് കൊടുത്തതോടെ അവരുടെ കണ്ണുകൾ തുറന്നു. ആധ്യാത്മിക അന്ധത ബാധിച്ചിരിക്കുന്ന സമയത്ത്
കണ്ണുകൾ തുറക്കുവാൻ പര്യാപ്തമായ ഒന്ന് നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതാണ് ഈ പെരുന്നാളിന്റെ അവസാനം വിശുദ്ധ കുർബാനയോടെയാണ് പൂർത്തിയാകുന്നത്. കർത്താവിന്റെ ശരീരങ്ങൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചെന്ന് നമ്മുടെ ഹൃദയങ്ങളെ തുറന്ന് ആ കൂടെയുള്ളവരായ ദൈവത്തെ സഹതായിലൂടെ കാണുവാൻ നമുക്ക് കഴിയും. വിമോചനയുടെ ശിഷ്യന്മാർ അന്ധതയാക്കിയത് കർത്താവിന്റെ തിരിച്ചുരക്കലാണ്. അതുപോലെ ഈ പരിശുദ്ധ പെരുന്നാളിൽ നാം പങ്കെടുക്കുമ്പോഴും ദൈവമേ, ഈ ലോകപരമായ പ്രലോഭനങ്ങളാൽ, ഈ ലോകപരമായ ബുദ്ധിമുട്ടുകളാൽ, പ്രയാസങ്ങളാൽ, സമൃദ്ധിയാൽ, സുഖസൗകര്യങ്ങളാൽ എന്റെ കണ്ണ് അന്ധതപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധ പെരുന്നാളിൽ ആ പരിശുദ്ധങ്ങളിലൂടെ ആ പരിശുദ്ധൻ എന്ത് ജീവിതമാകുക എനിക്ക് മുമ്പിൽ വരച്ച് കാണിച്ചു. അതുപോലെ നിന്റെ സന്നിധിയിൽ നീതിയുള്ളവരായി ജീവിക്കുക. കഷ്ടത വന്നാലും ദുഃഖം വന്നാലും പ്രയാസം വന്നാലും എന്റെ ദൈവത്തിന്റെ പരിശുദ്ധാത്മ കൃപയാൽ അവയെ അതിജീവിക്കുവാനുള്ള ശക്തി എനിക്ക് നൽകണം. അതുവഴി സഹതായെ പോലെ ഒരു വിശുദ്ധനായി തീരുവാൻ എനിക്കും സാധ്യമാകുന്നു. ഞാൻ ആരംഭിച്ചത് ആരാണ് ഒരു വിശുദ്ധൻ എന്ന് ചോദിച്ചതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് എത്തിപ്പിടിക്കുവാൻ കഴിയാത്ത വ്യക്തിത്വമുള്ള ഒരു സംഗതിയല്ല ഒരു വിശുദ്ധനാകുന്നത്. ആപേക്ഷികമാണ്. നമുക്ക് എല്ലാവർക്കും വിശുദ്ധരാകുവാനുള്ള സാധ്യതയുണ്ട്. നമ്മുടെ അപ്പനമ്മമാരെ കുറിച്ച്, അപ്പച്ചന്മാരെ കുറിച്ച് നമ്മൾ അഭിമാനത്തോടെ പറയാറുണ്ട്. അവർ ഇന്ന് ദേവാലയത്തിൽ തന്നെയായിരുന്നു. അവരെപ്പോഴും മുട്ടിന്മേലെന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. വേദപുസ്തകം വായിച്ചില്ലെന്ന് പഠിപ്പിക്കുമായിരുന്നു. ഞായറാഴ്ച പള്ളിയിൽ പോയിരിക്കുന്ന ആരും ഇല്ലായിരുന്നു. നമുക്ക് അവരെ കുറിച്ച് വിശുദ്ധന്മാരും, കാരണം ഒരു തലമുറയെ വിശുദ്ധിയിലേക്ക്, വിശ്വാസത്തിലേക്ക്, പെരുവീണത്തോട്, ദൈവത്തോട് ചേർത്ത് നിർത്തിയവരാണ് ആ പൂർവ്വപിതാക്കന്മാർ. അവരെ പോലെ ഇനി വരുന്ന തലമുറയെ ദൈവസന്നിധിയിലേക്ക്, വിശുദ്ധതയിലേക്ക് ചേർത്ത് നിർത്തുവാനാണ് സഹനായ പെരുന്നാൾ ഈ ശുശ്രൂഷകൾ നമുക്ക് വിഭാഗമാകട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് പ്രകാരം അവസരം നൽകിയ ഇതിനായ ഏറ്റവും സ്നേഹിക്കുന്ന വിമർശനമുള്ള സ്നേഹവും ശ്രദ്ധയോടെ കേൾക്കുന്ന ചൂട് കൂടുതലാണ്, ഉറങ്ങാനുള്ള സാധ്യതയും കൂടുതലാണ്. ഉറങ്ങാതെ ദൈവവചനം ശ്രമിച്ച നിങ്ങളെ എല്ലാവരെയും ദൈവസന്നിധിയിൽ നന്ദിയോടെ ഓർത്ത് പ്രാർത്ഥിച്ച് സ്നേഹിക്കുന്നു. ദൈവനാമം